ഹലോ. ഹലോ. ആ ലിയാഖത്ത് ഭായ് അല്ലേ? അതെ. ആ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാട്സപ്പില് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ എന്തായിരുന്നു? എനിക്കൊരു എനിക്കൊരു 5 മിനിറ്റ് സമയം ഉണ്ടാവോ തരാൻ? സംസാരിച്ചോളൂ. ഓക്കെ. അതായത് ഞാൻ ആക്ച്വലി ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ്. ആ അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഒരു ഉസ്താദാണ്, വാപ്പ ഒരു മുലിയാരാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ആ അപ്പം ഞാൻ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അഗ്നോസ്റ്റിക് മൈൻഡിലോട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഉം അപ്പം ഞാൻ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നതും ജോലി ചെയ്യുന്നതൊക്കെ, സോറി, ഓക്കെ. പഠിക്കുന്നതൊക്കെ. ഉം അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് പല കാര്യങ്ങളും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഉം എന്തൊക്കെയാണ്? അതായത് ഇപ്പം മതപരമായിട്ടുള്ള കുറച്ച് ഓർത്തഡോക്സും കൂടെ ആയതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ഭയങ്കര വിശ്വാസികളാണ്. അപ്പം ഉം ഇപ്പൊ ഞാന് എൻ്റെ ജ്യേഷ്ഠന്റെ ഒരു ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദുമായിട്ട് ഞാൻ കുറച്ചു നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം അപ്പം അതായത് അറിയാലോ, ടോർച്ചർ ഇപ്പം ലിയാഖത്ത് ഭായിയും അനുഭവിച്ചതായിരിക്കുമല്ലോ. ഉം സോ എന്നെ ഒരു ഉസ്താദ് വിളിച്ചിട്ട് കുറെ അങ്ങനെ ദീനിനെ കുറിച്ച്, മീൻസ് മതത്തിനെ കുറിച്ച് കുറെ സംസാരിച്ചു. ഉം അങ്ങനെ സംസാരിച്ച സമയത്ത് ഞങ്ങള് അവസാനം എത്തി നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഞാൻ അവരോട് പറഞ്ഞു, ആഹ് ഈ ദൈവം എന്ന് പറയുന്നത് ഇപ്പം അള്ളാഹു എന്നാണല്ലോ ഇസ്ലാം പറയുന്നത്. ഉം അപ്പം ഇത് നമുക്ക് പറഞ്ഞു തന്നത് മുഹമ്മദ് നബിയാണ്. ഉം മുഹമ്മദ് നബിക്ക് ജിബ്രീൽ വഴിയാണ് ഇത് കിട്ടിയത്. ഉം അപ്പം നമുക്ക് മുഹമ്മദ് നബി ഈ സ്വഹാബികളുടെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. അതെ. അല്ലാതെ അവിടെ ഒരു ജിബ്രീൽ വന്നു എന്നോ അല്ലെങ്കിൽ ഹിറാ ഉം ഗുഹയിൽ വന്നോ, ഇതൊക്കെ അദൃശ്യമാണ്. ഇതൊക്കെ നമുക്ക് ഉം അറിയാത്തതാണ്, ഉം വൈബാണ് അല്ലേ? ഉം അപ്പം അപ്പൊ ഞാൻ ഈ വിഷയം പറഞ്ഞ സമയത്ത്, ഇത് മുഹമ്മദ് നബി പറഞ്ഞിട്ടാണല്ലോ അറിഞ്ഞതെന്ന് പറഞ്ഞ സമയത്ത് ഉസ്താദ് പറഞ്ഞത്, ഉം അതിനാദ്യം നീ നബിയെ കുറിച്ച് പഠിക്കണം എന്നാണ്. ആ അപ്പൊ ഞാൻ പറഞ്ഞു, നബിയെ കുറിച്ച് ഞാൻ പല കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നബി ചെയ്ത പല കൊള്ളരുതായ്മകളും ഞാൻ ഉം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാന്ന് പറഞ്ഞു. അപ്പം ഉം എന്നോട് പറഞ്ഞു, നബിയെ 40 വയസ്സ് വരെ അല്ലമീൻ എന്നാണ് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശത്രുക്കൾ പോലും അത് മുഹമ്മദ് നബിന്റെ ചരിത്രം എഴുതി വെച്ചതല്ലേ. അന്നത്തെ സ്വഹാബിമാര്. അതായത് ഇപ്പൊ ആ ഒരു രാജാവ് ഉണ്ടായി ആ വിചാരിക്കാം. ആ ആ ഒരു രാജാവിന് അപ്രമാദിത്യം ഉണ്ടായാൽ ഉം. നമ്മുടെ പിണറായി വിജയന് വേണ്ടിയിട്ട് ഇപ്പൊ എന്തൊക്കെ മദ്ഹ് പാട്ടുകൾ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ ഒരു ഒരു ഏകാധിപതിയുടെ കീഴില് ഒരു പ്രദേശം മുഴുവനായി ആ അങ്ങനെ ഒരാളുടെ ആശയത്തിന്റെ കീഴിൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കപ്പെട്ട് ഒരു ജനത ആ രീതിയിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാല് അവരുടെ നേതാവിനെ സ്നേഹിക്കല്, സ്വന്തത്തെക്കാൾ ഏറെ സ്നേഹിക്കല് ബാധ്യതയാക്കിപ്പെട്ട് കഴിഞ്ഞാല് ആ പിന്നെ മദ്ഹ് എഴുതാൻ എന്താ പണി? ഇപ്പൊ ഓ, അല്ല ഇതിനൊന്നും ഒരു അല്ല ഞാൻ തെളിവില്ല. ചോദിക്കുന്നത്, അതായത് ആ ഇതല്ലാത്ത തെളിവൊന്നുമില്ല. അല്ല അൽ ഞാൻ അമീൻ ചോദിക്കുന്നത്, എന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത് ആ മുഹമ്മദ് നബി ഒരു കളവും പറഞ്ഞിട്ടില്ല എന്ന് 40 വയസ്സ് വരെ മുഹമ്മദ് നബിയുടെ ചരിത്രം രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു സാഹചര്യം അറേബ്യയിൽ ഇല്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ അതിന്റെ ഡേ ടു ഡേ ലൈഫിൽ മുഹമ്മദ് നബി കളവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യാൻ ഒരു സംവിധാനം നിലവിലില്ല. അതാണ് എന്റെ ഡൗട്ട്. അതായത് ആ ഇപ്പൊ 40-40 വയസ്സിലാണല്ലോ പ്രവാചകനാവുന്നത്. ആ അപ്പം ഈ പ്രവാചകനാവുന്നതിന് മുമ്പ് നബി ഉണ്ടായിരുന്നത് മക്കത്തുമായിരുന്നു അല്ലെ? ഉം ഈ മക്കത്തായിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഖുറൈശികൾ ആയിട്ടുള്ള ശത്രുക്കളായിട്ടുള്ള എന്ന് പറയപ്പെടുന്ന ആൾക്കാരാണല്ലോ ഉം ഇങ്ങനെ അല്ലമീൻ എന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നത്. ഉം ഇത് ഈ നബിയുടെ കൂടെ തന്നെയുള്ള ആൾക്കാർ എഴുതിയ കഥയാണ് അല്ലെ? അല്ലാതെ ഇത് മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ അങ്ങനെ വിളിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ ഉണ്ട് എന്നാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്നതാണ്. ഇപ്പൊ മുഹമ്മദ് നബിയുടെ ബാല്യകാലത്ത് നടന്ന സംഭവങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് ആം, നമ്മുടെ മുഹമ്മദ് നബിയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു കഥയായിട്ട് പറയപ്പെടുന്നത്, ഹലീമ ബീവിന്റെ മക്കളുടെ കൂടെ ആടുമേക്കുന്ന സമയത്ത് അവിടെ മുഹമ്മദിനെ ഒരാൾ വന്ന് പിടിച്ചോണ്ട് പോയി മലർത്തി കിടത്തി, നെഞ്ചു തുറന്നു, ഹൃദയം പുറത്തെടുത്തു, കഴുകി വൃത്തിയാക്കി തിരിച്ചു വെച്ചു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സ്റ്റോറി ഉണ്ട്. അതെ. ഈ സ്റ്റോറി, ഇത് നമ്മൾ സ്റ്റോറി എന്ന് പറയുമ്പോഴും വിശ്വാസികൾ ഇതൊരു ചരിത്രമായിട്ടാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ചരിത്ര നിർമ്മിതികൾ എല്ലാവർക്കും സാധ്യമാണ്. കൈസർ ഞെട്ടി വിറച്ചു എന്നാണ് പറയുന്നത്. അതെ. സാവ തടാകം വറ്റി വരണ്ടു എന്നാണ്. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണെന്നാണ് പറയണത്. ഓക്കെ. ഇതൊക്കെ അപ്പൊ ഈ കഥകളാണ്. 40 വയസ്സ് വരെയുള്ള സമയത്ത് ഖുറൈശികൾ നബിയെ എന്താ പറയാ അല്ലമീൻ എന്ന് വിളിച്ചിരുന്നു എന്ന് ഈ കഥ എഴുതുന്നത് ഈ മദീനയിൽ എത്തിയതിനു ശേഷമാണോ? അപ്പൊ ഹിജ്റക്ക് ശേഷമാണോ ഈ 100 കഥകളൊക്കെ? ഉറപ്പല്ലേ? ഓക്കെ. അതിനെന്തെങ്കിലും തെളിവ് നമ്മുടെ കയ്യിലുണ്ടോ? അല്ല, ഇവര് വിളിച്ചിരുന്നു എന്നുള്ളതിനാണ് തെളിവ് വേണ്ടത്. എന്താണ് ഇപ്പൊ തെളിവ്? ആ ഇവര് പറയുന്നതല്ലാത്ത എന്താ തെളിവ്? ഒന്ന്. ആ രണ്ടാമത്തെ, ഇനിയിപ്പോ ഒരു വാദത്തിന് വേണ്ടി മുഹമ്മദ് നബി 40 വയസ്സ് വരെ ഒറ്റ കളവും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചോ.
ആ 41-ാമത്തെ വയസ്സിൽ ഒരു പുതിയ കളവ് പറയണതിന് എന്താ പ്രശ്നം? ഓക്കെ, അങ്ങനെ നിങ്ങൾ പറഞ്ഞതായിട്ടുള്ള 50 വയസ്സ് വരെ മോഷ്ടിച്ചിട്ടില്ല എന്നത് നിങ്ങൾ 51-ാമത്തെ വയസ്സിൽ മോഷ്ടിച്ചതിനെ മോഷണം അല്ലാതാക്കുന്നില്ല. ഇല്ല ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അപ്പോ ഇനി അതിനകത്ത് പറഞ്ഞുതരാം, മുഹമ്മദ് നബി പ്രവാചകനായതിനു ശേഷം കളവും ചതിയും നടത്തിയതിന് അല്ലെങ്കിൽ നടത്താൻ അനുവാദം കൊടുത്തതിന് ചരിത്രത്തിൽ തന്നെ വേറെ തെളിവുണ്ട്. അതെന്താണ്? ആ ഇപ്പൊ തെളിവ് എന്താണ്? ഇപ്പൊ കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്, സേ ബുഖാരിയിലുള്ളതാണ്. ഒരു മിനിറ്റ്, അത് ഞാൻ നോട്ട് ചെയ്യട്ടെ. ഹദീസ് നമ്പർ നിങ്ങൾ നോക്കിയെടുക്കേണ്ടി വരും. ഓക്കെ, കഅബ് ബിൻ അഷ്റഫിന്റെ ഏതാണ് ഹദീസ്? കൊലപാതകവുമായി ബന്ധപ്പെട്ട ഹദീസില് ആ കഅബ് ബിനെ വകവരുത്താൻ, കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ ആരുണ്ടെന്ന് ചോദിക്കുന്നത്. ഓക്കെ അപ്പൊ ഒരാള് എഴുന്നേറ്റ് എന്ന് പറയും, മസ്ലമയാണെന്നാണ് പേര്, മുഹമ്മദ് ബിൻ മസ്ലമ അങ്ങനെ എന്താണ് പേര്. അപ്പൊ ഓക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ ചെയ്യാന്ന് പറയും. ഓക്കെ അപ്പൊ മുഹമ്മദ് നബി അത് അനുവാദം കൊടുക്കും. ഓക്കെ അപ്പൊ അയാൾ ഒരു ഉപാധി വെക്കുന്നത്, എനിക്ക് ചില ചതിവാക്കുകൾ പറയാൻ അനുവാദം തരണം എന്നാണ്. ഓക്കെ എന്ന് പറഞ്ഞാല് ഇയാളെ ചതിച്ചു കൊല്ലാനാണ് പദ്ധതി ഇടുന്നത്. അപ്പൊ ഓക്കെ മുഹമ്മദ് നബി അതിന് അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ചതിക്കാൻ സമ്മതിക്കുന്ന ഒരാള്, അതും ദൈവികമായ മതത്തിലെ ഏറ്റവും ഉത്തമമായ മാതൃകയുള്ള ഒരു പ്രവാചകൻ, ഒരു മനുഷ്യനെ വകവരുത്താൻ വേണ്ടി അതിൽ ചതി പ്രയോഗിക്കാൻ അനുവാദം കൊടുക്കുന്ന ഒരാള് അയാളുടെ ജീവിതത്തിൽ അതിനു മുമ്പ് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? അതിപ്പം ബായ് പറഞ്ഞ പോലെ തന്നെയാണ്. നേരത്തെ ഉള്ളത് നമുക്ക് തെളിവില്ല. പിന്നെ ഇപ്പൊ അത് ലൈഫിൽ എപ്പോഴെങ്കിലും ചെയ്താലും മതിയല്ലോ. പ്രവാചകന്റെ ആയതിനു ശേഷം ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഇല്ലല്ലോ. അതെ. അപ്പം ഇപ്പം ബുഖാരിയിൽ പറഞ്ഞിട്ടുള്ള ഈ ഹദീസ് ഏതാണെന്നൊന്ന് പറയാമോ? ബുഖാരിയിലെ ഹദീസ് സഹീഹാണ്. കഅബ് ബിൻ അഷ്റഫിന്റെ കൊലപാതകം ബദർ യുദ്ധാനന്തരം നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുന്നിടത്തുണ്ട്. ഓക്കെ 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 അപ്പൊ അത് അങ്ങനെ ഒരു സംഭവമൊന്നുമല്ല. അതേപോലെ ഹന്തക്ക് വിജയം വരിക്കുന്നു എന്ന് പറയുന്നത് ചതി പ്രയോഗിച്ചിട്ടാണ്, നുണ പറഞ്ഞിട്ടാണ്. എങ്ങനെയാ അത്? ഇരു വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നുണ പറയാൻ ആളെ ഏർപ്പാടാക്കുകയാണ് ചെയ്തത്. ഓക്കെ, കളവ് പറയാൻ അതായത് വേണ്ടിയിട്ട് സഖ്യം, അവരുടെ മുഹമ്മദ് നബിക്ക് എതിരെയുള്ള സഖ്യം എന്ന് പറയണ്ടല്ലോ, ജൂതന്മാരുടെയും ഖുറൈശികളുടെയും സഖ്യം. ആ സഖ്യത്തിൽ പരസ്പരം അവിശ്വാസം ഉണ്ടാക്കുന്ന, സംശയം ഉണ്ടാക്കുന്ന തരത്തില് ഏഷണിയോ പരദൂഷണോ എന്തൊക്കെ ഏഷണി കൂട്ടിയിട്ടാണ് അവര് തമ്മിലൊരു വിശ്വാസ പ്രശ്നം ഉണ്ടായിട്ട് അവര് പിന്തിരിഞ്ഞു പോവാണ് ചെയ്തത്. മനസ്സിലായി? അപ്പൊ അതും മുഹമ്മദിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് തന്ത്രം പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിപ്പം ഒന്നാമത് പറഞ്ഞത് ഇപ്പോ അത് ചതിവാക്ക് പറയാനൊരു ഇത് കൊടുത്തു എന്ന് പറയുമ്പോ തന്നെ ആ ഒരു അല്ലമ എന്നുള്ള പേര് അവിടെ ഇതായിപ്പോയി. രണ്ടാമത്തത് പരദൂഷണത്തിന്റെ. പിന്നെ പറയുന്നത് ഇപ്പം നബി എല്ലാ കാലത്തേക്കുള്ള മാതൃകയാണ്, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളാണെന്നും എന്നോട് അങ്ങനെ പറഞ്ഞായിരുന്നു. ഹലോ, എല്ലാ കാലത്തേക്കുള്ള നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, അതായത് ഏതൊരാൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാതൃകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. തെറ്റാണ്. അതായത് ഇപ്പം നമ്മുടെ ഈ ഒരു ആശയം, ഇപ്പം ഉസ്താദ് പറഞ്ഞിട്ടുള്ള ഒരു ആശയം ഇവിടെ നിലനിൽക്കുന്നത് ഈ നബി അല്ലമീനാണ് എന്ന് ഉള്ള ഒരു ഒറ്റൊരു കാരണം കൊണ്ട് നമ്മൾ നബി പറയുന്നതെല്ലാം വിശ്വസിക്കണം എന്നാണ് ആ ഉസ്താദ് എന്നോട് പറഞ്ഞത്. അതും ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. അതായത് ഒരാള് ജീവിതത്തിൽ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ ഒരു മണ്ടത്തരം പറഞ്ഞാൽ അത് നമ്മളൊക്കെ അംഗീകരിക്കണോ? ജീവിതത്തിൽ നുണയെ പറഞ്ഞിട്ടില്ലാത്ത ഒരാള്, ഇപ്പൊ നബി അല്ല, വേറൊരാള്, അയാൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ല. പക്ഷെ അയാള് വേറൊരു വലിയ മണ്ടത്തരം പറയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇയാള് ജീവിതത്തിൽ ഇതുവരെ നുണ പറയാത്ത ആളായതുകൊണ്ട് ഇയാൾ പറയണ മണ്ടത്തരം വിശ്വസിക്കണം തെളിവില്ലാതെ? അത് എന്ത് തരം ആർഗ്യുമെന്റ് ആണ് അതിനകത്ത്? അതൊന്നും ഒരു ലോജിക്കുള്ള സാധനമല്ല. ഇതില് ഞാൻ ആക്ച്വലി ലിയാഖത്തിന് ഞാൻ സംസാരിച്ചതിന്റെ ഒരു വോയിസ് ടൈം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി, ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ അതായത് ഭയങ്കര മാനിപ്പുലേഷൻ ആണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്ന കാര്യമൊന്നും എനിക്കതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ കിട്ടൂല. അത് വെച്ചാൽ അവര് സംസാരത്തിൽ ആധിപത്യം സ്ഥാപിച്ച് നമ്മളെ മോറലി ചെറുതാക്കി അവരെന്തോ മഹാസംഭവമാണെന്ന് വരുത്തി തീർത്തിട്ട് നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു കോംപ്ലക്സ് അങ്ങനെ തോന്നിപ്പിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുക. സത്യം സത്യം, അതാണ്. അല്ലാതെ അവർക്ക് മാന്യമായ രീതിയിൽ സംസാരിച്ച് നിൽക്കാൻ കഴിയില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബി ഇതൊക്കെ പോട്ടെ, മക്കക്കാര് മുഹമ്മദ് തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? മക്കക്കാര് മുഹമ്മദിനോട് ഇപ്പൊ ഇവര് പറയണ അല്ലമീന്ന് വിളിച്ചിരുന്നു, ശരി സമ്മതിച്ച്. മക്കക്കാരെ പിന്നെ എന്തുകൊണ്ട് മക്കക്കാര് മുഹമ്മദിനെ വിശ്വസിച്ചില്ല? അവരാകെ മുഹമ്മദിനോട് പറഞ്ഞത് അള്ളാഹുവിനെ ഞങ്ങൾക്ക് അറിയാം, അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് എന്ന് മുഹമ്മദ് തെളിയിക്കണം, അത്രയുള്ള അവർ ആവശ്യപ്പെട്ടിട്ട്. അവര് മുഹമ്മദിനോട് നിരന്തരമായിട്ട് അത് ആവശ്യപ്പെട്ടു, മുഅ്ജിസത്തുകൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു,
അതൊന്നും മുഹമ്മദിന് സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ഇവര് സ്വന്തം നിലക്ക് ഇനി എങ്ങാനും മുഹമ്മദ് എങ്ങാനും പ്രവാചകനാണെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് അത് കൺഫേം ചെയ്യാൻ നിരവധി പിന്നെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അവര് ചോദിച്ചു. ഇതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ജൂതന്മാരുടെ അടുത്തേക്ക്, മദീനയിലുള്ള ജൂതന്മാരുടെ അടുത്തേക്ക് മക്കയിൽ നിന്ന് അബൂ സുഫിയാൻ പിന്നീട് ഒരു പ്രതിനിധി സംഘത്തെ പറഞ്ഞയക്കുന്നുണ്ട്. ഓക്കെ. ഇനി എങ്ങാനും മുഹമ്മദ് പ്രവാചകനാണോ എന്ന് നമുക്ക് എങ്ങനെ പരീക്ഷിച്ചറിയാം. അപ്പോ അതിനുള്ള ചില ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ അവര് പറഞ്ഞു കൊടുത്ത 2-3 ചോദ്യം മുഹമ്മദിനോട് തിരിച്ചു വന്നിട്ട് ആ പ്രതിനിധി സംഘം പറഞ്ഞയച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മൂന്നിനും ആ ചോദ്യത്തിന് മൂന്നിനും മുഹമ്മദ് നബി ദൈവത്തിൽ നിന്നുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. അതിലാ പിന്നെ 3 കാര്യങ്ങളും ആത്മാവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അള്ളാഹു, ഇതിനൊക്കെ ഉത്തരം ഖുറാനിലുള്ളത് അള്ളാഹു അല്ലെന്നാണ്. അള്ളാഹുവിനാണ് ഒക്കെ അറിയുന്നത്. അള്ള ഖുറാനിൽ കൂടി പറഞ്ഞായിരുന്നു വേണ്ടല്ലോ. അള്ളാഹുവിനാണ് അറിയുക എന്ന് ഖുറാനിലുണ്ടെങ്കിൽ അള്ളാഹുവിനാണ് അറിയുക എന്ന് പ്രവാചകരെ നിങ്ങൾ പറയൂ എന്ന് അള്ളാഹു മുഹമ്മദിനെ കൊണ്ട് നാട്ടുകാരോട് പറയിപ്പിക്കുമ്പോ തന്നെ മനസ്സിലാവില്ല അത് ഉടായിപ്പാണെന്ന്. മനസ്സിലായല്ലോ. പിന്നെ ചന്ദ്രനെ പിളർത്തിയൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ. ആര് കണ്ടുകൊണ്ട്? ചന്ദ്രനെ മോചിതത്ത് കാണിക്കാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിളർത്തി കൊടുത്താലും അങ്ങനെ ഒരു സംഭവമാണ് നടന്നെങ്കിൽ മക്ക മൊത്തം മുസ്ലിങ്ങളായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒരു സംശയമല്ല അതിനകത്ത്. കാരണം അവര് നിരന്തരമായിട്ട് ആ ഒരു സാധ്യത അവിടെ ഒരു സംശയം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുഹമ്മദിനെ എൻഗേജ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുഹമ്മദിനോട് അവർ അക്രമം നടത്തിയിട്ടുള്ളത് മുഹമ്മദ് ആക്രമിച്ചതിന് പ്രതിരോധമായിട്ടും അതിനുള്ള പ്രതികരണമായിട്ടും മാത്രമാണ്. ആദ്യത്തെ രക്തം വീണത് മുഹമ്മദിന്റെ കയ്യിൽ നിന്നാണ്. മുഹമ്മദിന്റെ അനുയായി ഒരു തലയോട്ടി, ഒട്ടകത്തിന്റെ തലയോട്ടി എടുത്തിട്ട് ഖുറൈശികളിൽപ്പെട്ട ഒരാളുടെ തല അടിച്ചു പൊട്ടിക്കുന്നത്. അതാണ് ഒന്നാമത്തെ രക്തം ചിന്തല്. അപ്പൊ ഇതൊക്കെ മക്കയിൽ പ്രതിരോധം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയണ നുണയാണ്. മക്കയിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു പരിധി വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഉസ്താദ് നമ്മളോട്ടൊന്ന് കണക്ട് ചെയ്യേ. ഞാൻ അതിനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ എന്താ പറയാ, ഈ എനിക്കൊന്ന് വാട്സപ്പിൽ എനിക്ക് ഒന്ന് അല്ലെങ്കിൽ റെഫറൻസ് ഒന്ന് എനിക്ക് അയക്കാമോ? ഞാൻ ഇപ്പം നേരത്തെ ഇപ്പൊ നബി ചതിവാക്ക് ഉപയോഗിച്ചതിന്റെയും അതുപോലെ തന്നെ അഷ്റഫിന്റെ കൊല അത് അങ്ങനെ തന്നെ. നിങ്ങള് പിന്നെ അതിന്റെ മലയാളം പരിഭാഷ എന്റെ വീട്ടില് സഹീഹുൽ ബുഖാരി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബുഖാരി മലയാളം പരിഭാഷ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവും. ബദർ യുദ്ധങ്ങൾ എന്നുള്ള ഒരു ഏരിയ ഉണ്ട് അതിനകത്ത്. അതിന്റെ ഇൻഡെക്സ് നോക്കിയാൽ മതി. അത് അറബിയിലാണെങ്കിലും ജിഹാദ് ആയിരിക്കും. ജിഹാദ് അല്ല, അത് ധർമ്മസമരാണ്. അതല്ലാതെ തന്നെ ബദറും ഈ കഅബ് ബിൻ അഷ്റഫിന്റെ കൊല എന്നൊക്കെ പറയുന്നത് പ്രത്യേക അധ്യായം തന്നെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് അവർ പ്രതികരിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ യുദ്ധത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള അല്ല അല്ലെ. കഅബ് ബിൻ അഷ്റഫിന്റെ കൊല എന്ന് പറയുന്നത് യുദ്ധമല്ല, ഒരു വ്യക്തിയെ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് യുദ്ധത്തിന്റെ ഒരു സാഹചര്യമല്ല. ഒരു യുദ്ധത്തിന്റെ സാഹചര്യമല്ല. ബദർ യുദ്ധാനന്തരം ബദറിലെ മൃതദേഹങ്ങളോട് പോലും അനീതി കാണിച്ച മുഹമ്മദ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അയാൾ വിലാപകാവ്യം എഴുതി എന്നുള്ളതാണ് അയാൾ ചെയ്ത കുറ്റം. മൃതദേഹങ്ങളെ വലിച്ചിട്ട് ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് അവരോട് ചോദിക്കുകയായിരുന്നു. കിണറിന്റെ വക്കത്ത് നിന്നിട്ട് മൃതദേഹങ്ങളോട് ആക്രോശിക്കുന്ന മുഹമ്മദിനെ ഫാസിസം എന്നല്ല, അതൊരു തരം എന്താ ഇതിന് പറയാ, ഇപ്പൊ ഒരാളെ നമ്മൾ കൊന്നു, ഒന്നിലധികം ആള്, ചില ആളുകളെ പിന്നെ ഭിന്നാക്കി എന്താണ്, അതായത് 2-3 ആളെ അപ്പുറം ഇപ്പുറം നിന്നിട്ടൊക്കെ വെട്ടിയിട്ടാണ് ഒരു യുദ്ധത്തിന്റെ മര്യാദയും. ഇപ്പൊ ദ്വന്ദ്വ യുദ്ധത്തിൽ ബദറിൽ ആദ്യം നടക്കുന്ന യുദ്ധം 3 പേര് ഇറങ്ങിയിട്ട് ഓരോരുത്തരെ നേരിടുന്ന ദ്വന്ദ്വ യുദ്ധമാണ്. അതിൽ ഇസ്ലാമിക പക്ഷത്തുള്ള 2 പേര് അവരുടെ എതിരാളികളെ വകവരുത്തി. ആ സമയത്ത് ഖുറൈശി പക്ഷത്തുള്ള ഒരാള്, അത് ഉത്തബയാണെന്നാണ് എന്റെ ഓർമ്മ. ഉത്തബ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തബ അപ്പം മുസ്ലിം പക്ഷത്തുള്ള ആൾക്ക് ഒരു കാലിനോ എന്തിനോ വെട്ടുകൊണ്ടു, കയ്യിനോ കാലിനോ വെട്ടുകൊണ്ടു. അയാൾ വീഴും എന്ന ഘട്ടത്തിൽ മുസ്ലിം പക്ഷത്തുനിന്ന് 2 ആള് ഇറങ്ങി ചെന്നിട്ട് ഇവര് 3 പേരോടി കാളാം മൂളം വെട്ടിയിട്ടാണ് ഒരാളെ കൊല്ലുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ബിലാല് വാശി പിടിച്ചിട്ട് ഒരാളെ അംഗവിച്ഛേദം ചെയ്യുന്നുണ്ട്. അംഗവിച്ഛേദം എന്ന് പറഞ്ഞാൽ ഭിന്നാക്ക, മരിച്ചു കഴിഞ്ഞിട്ട് മൃതദേഹത്തോട് വൃത്തികേട് കാണിച്ചിട്ടുണ്ട്. ആ മൃതദേഹങ്ങൾ മുഴുവൻ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചിടുന്നുണ്ട്. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേറെ സംഭവം ഉണ്ടല്ലോ, മൃതദേഹം പോകുമ്പോ എണീറ്റ് നിന്നു എന്നൊക്കെ പറയുന്നത്. അതാണ് നജീബ് മൗലവി പറഞ്ഞ മറുപടി ഉണ്ട്.
ആ. അത് അസ്രായേലിനെ എങ്ങാനും ആദരിച്ചതായിരിക്കും, ബഹുമാനിച്ചതായിരിക്കും. കാരണം ഇത്രയും അദ്ദേഹത്തിനോട് ചെയ്തിട്ട് ജൂതൻ പിന്നെ ജീവിച്ചിരിക്കുന്ന ജൂതനോട് ബഹുമാനം കാണിക്കാൻ പോലും പറഞ്ഞിട്ടില്ല, പിന്നെയാണ് ഇപ്പൊ മരിച്ചിട്ട് അത് എന്ന് ശരിയാണ്. നജീബ് മൗലവി വയലു പറയുന്ന ഒരു പ്രസംഗം എൻ്റെ അടുത്തുണ്ട്. ഓക്കെ. അതൊക്കെ മാനവികത പിന്നെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാണെന്നാണ് അയാളുടെ വാദം. അതൊക്കെ ഓക്കെ. പണ്ഡിതന്മാരാണല്ലോ. എന്ത് ഓക്കെ. ചെയ്യാനാ. ഇപ്പം ഇതില് എല്ലാ കാര്യങ്ങളും നല്ലത് മാത്രം ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇത് നല്ല പറയുമ്പോൾ കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ഒരാൾക്ക് ജീവിക്കാനൊക്കെ പറ്റും. പക്ഷെ മുഹമ്മദ് നബീന്റെ എഴുതി വെച്ചു എന്ന് പറയപ്പെടുന്ന ചരിത്രത്തിൽ അങ്ങനെയല്ല. പല ഒരാളെ ചതിച്ചു കൊല്ലുന്നത്, വിമർശകരെ കൊല്ലാൻ ഉത്തരവിടുന്നത്, ആ ആളുകളെ പിന്നെ അംഗവിച്ഛേദം ചെയ്യുന്നത്, ഇപ്പൊ സ്ത്രീ ശരീരം വ്യഭിചാരം സമ്മാനം സ്വീകരിക്കുന്നത്, അടിമത്തം അനുവദിക്കുന്നത്, ഇതൊന്നും നല്ല കാര്യമായിട്ട് എന്താ ആ പ്രശ്നം എന്ന് വെച്ചാല് ഇതൊക്കെ ലോകാവസാനം വരെയുള്ളവർക്ക് മാതൃക എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം മൊത്തം വരുന്നത്. അവിടെയാ പ്രശ്നം വരുന്നത്. ഞാനതാ ചോദിക്കുന്നത്. ഞാനിപ്പോ എനിക്കാണെങ്കിൽ ഇപ്പൊ ഈ ഇപ്പം സ്ത്രീ സമത്വത്തിന്റെ വിഷയത്തിലൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ എന്നോട് പറയുന്നത് സ്ത്രീകൾ എന്ന് പറയുന്നത് അബലകളാണ്. അവർക്ക് അറിയാലോ, ഒരാഴ്ച മറ്റേ പീരീഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അബലകളാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് ഇസ്ലാം അവരെ കാണുന്നത്. അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി എന്നാണ് എന്നോട് അന്ന് പറഞ്ഞത്. ഞാൻ സ്ത്രീ വിഷയം പറഞ്ഞ ഉം. സമയത്ത്. ഉം. അതുപോലെ അടിമത്തത്തിന്റെ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അടിമത്തം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. കാരണം ഇത് 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 ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ അതായത് ഇസ്ലാം അടിമത്തം പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അടിമത്തം പറ്റില്ല എന്നല്ല, അടിമത്തം തെറ്റാണെന്നുള്ള സൂചന പോലും അതിനകത്തില്ല. ഇല്ലല്ലോ. മാത്രമല്ല എങ്ങനെയാണ് അടിമകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യേണ്ടതുള്ള കാര്യങ്ങൾ വരെ ഈ കിതാബുകളിലൊക്കെ ഉണ്ട്. പറയുന്നുണ്ട്. അപ്പം അടിമകളുടെ വില കുറയുന്ന ഗുണങ്ങളൊക്കെ ഫത്തുൽ മുയിനിൽ ഇപ്പോഴും കുട്ടികൾ പഠിക്കുന്നുണ്ട് പള്ളി ദർസില്. ഇപ്പോഴും അതാണ് ഞാനതൊക്കെ അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ ലിയാഖത്തിന്റെ ചില വീഡിയോസ് കാണുമ്പോൾ ഞാൻ അത് കാണാറുണ്ട്. അപ്പം സ്ഥലങ്ങളുടെ വലിപ്പം തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വില കുറയുന്ന ആ ഇതായിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ വിഷയം പറഞ്ഞ സമയത്തിന് പറഞ്ഞത്, നീ ഇപ്പൊ കാണുന്ന ഇവിടെ സൊമാലിയയിലും ഇവിടെയും കാണുന്ന ഈ അടിമത്തം അല്ല അന്നത്തെ അടിമത്തം എന്ന് പറഞ്ഞു. അപ്പൊ ഉം. ഞാൻ പറഞ്ഞു, ഇന്നത്തെ അടിമത്തത്തിന് കുറച്ചെങ്കിലും ഒരു എന്താ പറയാ, ബന്ധനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തല്ലുപാലിൽ കേട്ടില്ലേ വിചാരിസ്ഥാൻ. ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അന്ന് മറ്റേ ഈ കാട്ടാള യുഗമാണ്. അപ്പൊ അന്നത്തെ അടിമത്തം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഭീകരമായിരിക്കൂലേ എന്ന് ചോദിച്ചു. കാരണം ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനൊക്കെ എന്താ പറയാ, ഈ പുറത്ത് അടിയൊക്കെ കൊണ്ടിട്ട് മറ്റേ അങ്ങനെ എന്തൊക്കെയോ കഥയൊക്കെ ഇല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ അവരോട് ഇങ്ങനെ ചോദിക്കാലോ, നമ്മളെ നാട്ടിൽ ഇപ്പൊ ഇന്ന് മുസ്ലിങ്ങൾ നമ്മൾ കാണുന്ന മുസ്ലിങ്ങളും അന്നത്തെ ഇസ്ലാമും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ ഏത് ശരിക്കുള്ള ഇസ്ലാം? ഇന്നത്തെ ഇസ്ലാമോ അന്നത്തെ ഇസ്ലാമോ? അന്നത്തെ ഒ- ഇസ്ലാം ആണെങ്കിൽ ഇത് എന്തിനേലും പറ്റുമോ? ഒത്തിരി മാറ്റങ്ങൾ ആ, സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇതൊക്കെ അന്നത്തെ ഇസ്ലാം ആണെങ്കിൽ ആലോചിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു ഒരു പിന്നെ രണ്ടാളുകൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുന്നു. ഉം. ആ തർക്കം ഉണ്ടായിട്ട് മുഹമ്മദ് നബിന്റെ അടുത്ത് ഒരു ഒരു പരാതി പരിഹാരം എന്നുള്ള ഇതിൽ മുഹമ്മദ് നബി അതിനകത്ത് ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നു. ആ ആ തീരുമാനം പ്രഖ്യാപിച്ചതിൽ ഒരാൾക്ക് അത് പ്രതികൂലമായിട്ട് തോന്നി, തനിക്ക് എതിരായിട്ടുള്ള വിധിയായിട്ട്, അല്ലെങ്കിൽ എനിക്ക് അതിൽ നീതി കിട്ടിയില്ല എന്ന് തോന്നി. ആ ആ അപ്പൊ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ഇയാള് പിന്നെ അബൂബക്കറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, അപ്പൊ മുഹമ്മദ് നബി ഇന്നതാണ് അതിൽ പറഞ്ഞത് എന്ന് പറഞ്ഞു. ആ അപ്പം അബൂബക്കർ പറഞ്ഞു മുഹമ്മദ് നബി പറഞ്ഞത് തന്നെയാണ് അതിൽ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു വിട്ടു. ഓക്കെ ഓക്കെ. ഇയാളൊരു അടുത്തൊരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിട്ട് ഉമറിന്റെ അടുത്തേക്ക് പോയി. ആ ഉമറിന്റെ അടുത്തേക്ക് പോയപ്പോ ഉമറിനോട് ഇതേ സംഭവങ്ങൾ പറഞ്ഞു. ഉമർ ആ പറഞ്ഞു, "ഇജ്ജ് അവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാറുണ്ട്." ഉള്ളിൽ പോയി. ആ ഉള്ളിൽ പോയി നേരെ വാളെടുത്ത് വന്ന് ഒറ്റ വട്ടാണ്. അടിപൊളി. മനസ്സിലായോ? അതായത് ഓക്കെ. അതായത് ഒരാൾക്ക് ഇപ്പൊ ആ നീ നമ്മൾ ഇന്നത്തെ കാലത്തെ കാഴ്ചപ്പാടനുസരിച്ച് നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത് നീതി നടപ്പിലാക്കിയെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ബോധ്യപ്പെടും കൂടി വേണം. അതെ അപ്പോഴാണ് ആ അതെ നീതി നടപ്പിലാക്കലാവുന്നത്. അതെ. അപ്പൊ അപ്പൊ ഇതില് എന്താ പറയാ, അപ്പൊ ഇതാണ് അന്നത്തെ ഇസ്ലാം. അപ്പൊ അതാണോ ഇത് ശരിക്കുള്ള ഇസ്ലാം? അങ്ങനെയാണ് ഒരു മുസ്ലിം ആവേണ്ടത്? ഒത്തിരി കാര്യങ്ങൾ കാരണം ഇപ്പം അന്ന് മ്യൂസിക് കേട്ടിട്ട് നബി ബോധം കെട്ട് പോകുന്ന കഥയൊക്കെ ഇല്ലേ? അതൊക്കെ കേൾക്കും. ഞാൻ പറഞ്ഞത് അന്ന് ഉമർ ഇത് ചെയ്യുമ്പോ ഇപ്പൊ ഒരു പറയും രാജാക്കന്മാര്, ഭരണകർത്താക്കൾ, ഭരണകൂടം എന്നൊക്കെ. ഇത് ചെയ്ത ഉമർ അവിടുത്തെ ഭരണാധികാരിയല്ല. ഭരണാധികാരി പിന്നെ മുഹമ്മദാണ്. അതെ. ശരിയാണ്. മനസ്സിലായി? ഒന്ന്. രണ്ടാമത് അതെ. കഅബ് ബിൻ അഷ്റഫിനെ കൊന്ന കഥ രാജ്യത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനം എന്നൊക്കെ പറയും ചിലപ്പോ. ആ ന്യായം പറയാന്. ആ ആ അപ്പൊ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളെ കൊല്ലാന് പ്രധാനമന്ത്രി മീറ്റിംഗ് വിളിച്ചിട്ട് കൊട്ടേഷൻ സംഘത്തിനെ ചതിച്ചു കൊല്ലാൻ ഏർപ്പാടൊക്കെ ചെയ്യാമല്ലോ. രാജ്യത്ത് നിയമം ഉണ്ടാവില്ലേ? അതെ പ്രോസിക്യൂട്ട് അതെ ചെയ്യല്ലേ ചെയ്യാ. അതെ അതെ അപ്പൊ തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇവർക്ക് എന്താ പറയാ, വിശ്വാസികൾ ഇപ്പൊ അങ്ങോട്ട് കാര്യമായ ചോദ്യം ചോദിക്കാൻ അവസരമില്ലാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവർക്ക് വിശ്വാസികളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ വായ്ത്താളം അടിക്കാനേ പറ്റുള്ളൂ. ചോദ്യം ചോദിക്കാനുള്ള ഓപ്ഷൻ ഉള്ളിടത്ത് ഇവർക്ക് ഒന്നും പറയാനുണ്ടാവില്ല. ആക്ച്വലി ഞാനാണെങ്കിൽ എനിക്കറിയാം. ഇപ്പൊ ലിയാഖത്ത് ഒരു വീഡിയോയിൽ ലിയാഖത്ത് അനുഭവിച്ചിട്ടുള്ള ടോർച്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉം. വിചാരിച്ചിരുന്നു
ഇപ്പൊ ഞാൻ എന്തായാലും നാട്ടിലാകെ ഒരാഴ്ച നിന്നിട്ട് ബാക്കി 6-7 മാസം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടാവുന്നത്. ഉം, അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇത് പരസ്യമാക്കാതെ അങ്ങനെ നിക്കാന്ന് വിചാരിച്ചിരുന്നത്. ഉം, പക്ഷെ വീട്ടിൽ നിന്നിട്ട് നമുക്ക് നിസ്കാരം കാര്യങ്ങളൊന്നും നോമ്പിന്റെ സമയത്ത് നോമ്പില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോ ഇവർക്ക് ഉം, എന്തോ പന്തികേണ്ടെന്ന് മനസ്സിലാവുമല്ലോ. ഉം, ഉം. അങ്ങനെ മനസ്സിലായ സമയത്താണ് അല്ല അത് പിന്നെ മനസ്സിലാവും. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിലും നമ്മളെ മുഖത്തുള്ള സന്തോഷം കൊണ്ടുവരും അവർക്ക് മനസ്സിലാവും. നമ്മളെ ഒരു വല്ലാത്ത വലിയ ടെൻഷനൊന്നും ഇല്ല, ഭയങ്കര മനസ്സമാധാനത്തിൽ ഇരിക്കണെങ്കിൽ തന്നെ മനസ്സിലാവും അവർക്ക്. എന്താണ് അവന് പറ്റിയത് ഇത്ര സന്തോഷിക്കാൻ എനിക്കൊരു നരകത്തെ കുറിച്ച് ബേജാറും സംസാരിച്ചു. ഇല്ലല്ലോ, എനിക്ക് മരിച്ചു പോണതിനെ കുറിച്ചൊന്നും ഒരു ചിന്ത ഇല്ലല്ലോ എന്ന് വരെ ചിലപ്പോ ആലോചിച്ചിട്ടുണ്ടാവും. മരണഭയാണ് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. അത് മരണം, പിന്നെ നരകം. മരണഭയം പോകാൻ സമയം എടുക്കും. അത് കാരണം അല്ല കുഞ്ഞു പ്രായത്തിൽ കയറി കൂടിയ പേടിയാണ് ഒന്ന്. രണ്ടാമത്തത് മരണഭയം എന്നുള്ളത് ഒരു എല്ലാവർക്കും ഉള്ള ഒരു യാഥാർത്ഥ്യം ആണ്. പക്ഷെ അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഞാൻ ഒരുപാടൊന്നും ഞാൻ അനുഭവിക്കുന്നൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ലിയാഖത്തിന്റെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സൂത്തിങ്, എനിക്ക് ഭയങ്കര റിലാക്സിങ് ആണ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും കാരണവശാല് എനിക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണ്, ഇപ്പൊ ഞാൻ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരെ നിങ്ങളുടെ വീഡിയോ എടുത്ത് അങ്ങ് കാണും. അപ്പൊ കാണുമ്പോ കാരണം നമുക്ക് തെളിവ്, നമുക്ക് എവിഡൻസ് അല്ലേ വേണ്ടത്. എവിഡൻസ് നമ്മളെ കറക്റ്റ് ആയിട്ട് ബോധ്യങ്ങൾ നമുക്ക് തരുന്ന ഒരു മനസ്സമാധാനം ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു തീർച്ചയായും സമാധാനം നമുക്ക് കിട്ടാനില്ല ഇനി. സത്യം. ആ രീതിയിൽ അങ്ങനെ പോകും. അപ്പൊ ഞാൻ ആയിക്കോട്ടെ. യാത്രയൊക്കെ ചെയ്യുന്നതും കൂടെ ആയതുകൊണ്ട് എനിക്കത് കൂടുതൽ സുഖം തരുന്നുണ്ട്. ശരി. ഓക്കെ, ആയിക്കോട്ടെ താങ്ക് യു. ആയിക്കോട്ടെ. എന്തായാലും ഓക്കെ. നമ്മളെ ഈ പറ്റുവാണെങ്കിൽ കോൺവെർസേഷൻ പുറത്ത് വിടുന്നാൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. ശരി. ഓക്കെ. പിന്നെ ആയിക്കോട്ടെ. എനിക്ക് പറ്റുവാണെങ്കിൽ എനിക്ക് ആ ഹദീസ് ഒന്ന് ഞാൻ അടുത്ത് പറ്റുവാണെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ. ഞാൻ അയച്ചുതരാം. ഓക്കെ, ഓക്കെ. താങ്ക് ഒന്ന് യു. വാട്സാപ്പിൽ ഞാൻ നോക്കിയിട്ടെ ഒന്ന് അയച്ചോളാം. ഓക്കെ. ശരി. താങ്ക് യു. ഓക്കെ. ഓക്കെ.